ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഇടുക്കിക്കാരന്റെ പ്രതികാര കഥയാണ്. മഹേഷിന്റെ പ്രതികാരമല്ല, ഇത് വിനീതിന്റെ പ്രതികാരം. ഞാനിവിടെ തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് ബാഗിട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ അങ്കമ്പാടിയിൽ നിന്ന് കൊച്ച് മേളിലേക്ക് വരും. ആളുകളെല്ലാം ചോദിക്കണം, ദേ കൊച്ചും അച്ഛനും ബാഗിട്ട് ഇറങ്ങിയേക്കുന്നു. അത് ലൈഫിൽ ഏറ്റവും വലിയൊരു ടേണിങ് പോയിൻ്റാണ്. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ പറയും, തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലവും സഹകാരി എന്ന് പറയുന്ന സ്ഥാപനവും ചതിക്കില്ല. പിന്നെ എന്നെ പഠിപ്പിച്ചത് എൻ്റെ വൈഫാണ്. വൈഫ് ഒരു താൽക്കാലിക ജോലിക്ക് പോയിക്കൊണ്ട് ഉത്തരവാദിത്വമായിട്ട് നാട്ടിലെ കാര്യങ്ങൾ വൈഫ് വളരെ കൃത്യമായിട്ട് ചെയ്തു തന്നുകൊണ്ടാണ്. പലരും കളിയാക്കും, നിന്റെ പഠിത്തം ഇതുവരെ തീർന്നിട്ടില്ലേ, നിനക്ക് ഇനിയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചുകൂടെ, നീ ഇതിന്റെ പഠിക്കുക തന്നെ ആണോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി കളിയാക്കൽ ഫേസ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നൊരു 3-4 മാസം കഴിഞ്ഞു. ഈ ഫീസ് കൊടുക്കാനും ഒന്നും നമ്മുടെ കയ്യിൽ ഇത് ഷോർട്ടാണ്. ഞങ്ങൾ ഓർത്ത് ഇനിയിപ്പം ഉള്ള കണ്ടന്റ് വെച്ച് പഠിക്കാം. സാറ് വിളിച്ചിട്ട് പറഞ്ഞാ, നീ എന്നാ വരാത്തെ? സാറേ, ഞങ്ങളിപ്പോൾ എക്സാമൊക്കെ അടുത്ത് വരുമല്ലേ, അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ പയ്യെ ഇവിടേക്ക് ഇരുന്ന് പഠിച്ചാൽ പോരാ. അപ്പോൾ സാറ് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, നിൻ്റെ കയ്യിൽ ഫീസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിൻ്റെ കയ്യിൽ എന്തോ ഒരു സാധനമോ നിൻ്റെ എന്തോ ഒരു മെറ്റീരിയൽ ഉണ്ട്, അത് കത്തും, നീ ക്ലാസ്സിൽ വന്നാൽ മതി, ക്ലാസ്സിൽ വന്ന് നീ ഇരിക്കും, ഫീസൊക്കെ നീ ജോലി കിട്ടിയിട്ടാണേലും തന്നാൽ മതി. സാറ് സത്യം പറഞ്ഞാൽ അന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ്. ഇത് ഫുള്ള് വിനീതിന്റെ വിജയം മാത്രമാണ്. കാരണം അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പറഞ്ഞ പോലെ ഉറങ്ങിയിട്ടില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് ജീവിതത്തിൽ ഇതിലൊരു ഇത്രയും വലിയൊരു സന്തോഷം എനിക്ക് കിട്ടാനില്ല. ഞാനും കൊച്ചും കിടന്ന് ഉറങ്ങുമ്പോഴും പുള്ളി എണീറ്റിരുന്ന് പഠിക്കുമായിരുന്നു, ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല. എടാ വിനീതേ, നീയാടാ അടുത്ത ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്നിങ്ങനെ സാറ് പറയും. ഞാനപ്പോൾ അവിടെ ഇരിക്കുന്ന സാറിന് ഇങ്ങനെ ഓറയായി. സത്യത്തിൽ സാറ് പറഞ്ഞ ആ ഒരു കാര്യം പിന്നീട് മാനിഫെസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇടുക്കിക്കാരനായിട്ടുള്ള വിനീതിന്റെ പ്രതികാരമാണ് ഈ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ JCI സബ് സ്റ്റോറി സീരീസ് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നിലവിൽ അഡ്വൈസ് മേടിച്ച് നിൽക്കുകയാണ് വിനീത്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനീത്. ഇടുക്കിക്കാരനാണ്, ഇപ്പോൾ നിലവിൽ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ഇപ്പോൾ ജോലി എത്ര ഇതിൻ്റെ? ഇപ്പൊ 2 മാസമായി. അപ്പോൾ വിശദമായ സ്റ്റോറിയിലേക്ക് നമ്മൾ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ ജോബിനെ കുറിച്ച്, നമ്മുടെ ഫാമിലിയിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഇപ്പോൾ നിലവിൽ ജോബിനെ കുറിച്ച് 1-2 വാക്ക് നമ്മൾ പിള്ളേരെ കേൾക്കാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരിക്കും. ജോലി എന്ന് പറഞ്ഞാൽ സാറേ, ഇത് നമുക്കൊരു സ്വപ്നം നടന്നതുപോലാണ്. ബാങ്കില് ഒരു ജോലി മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അങ്ങനെ ഉള്ളിടത്തൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റും ഇതും അത് തന്നെയാണ്. ഒരു ജോലി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വാല്യൂ ആണ് എന്നെ സംബന്ധിച്ച് ശമ്പളത്തെക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടുന്നു എന്നുള്ളതാണ്. സന്തോഷം. വിനീത് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്ന ആളാണ്. ട്രിവാൻഡ്രം ജില്ലയിൽ നിന്ന് പഠിച്ച ആളാണ്. കേരള ബാങ്കിലും അതുപോലെ JCIയിലും ആദ്യ റാങ്കുകളിലേക്ക് വന്നിട്ടാണ് തിരിച്ചു വരവ്, അല്ലേ? ഇപ്പൊ നല്ല അഡ്വൈസ് വന്നിരിക്കുന്നത്, വളരെ സന്തോഷം. ഇനി നമുക്ക് നേരെ വിനീതിന്റെ ഫാമിലിയുടെ റെസ്പോൺസും അതുപോലെ വിശാലമായ സ്റ്റോറിയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻ ആകാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരനാണ് വിനീത്. അപ്പോൾ ഇനി നമ്മുടെ സഹകരണ മേഖലയിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഒരു പ്രചോദനമാകും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോറിയുടെ അടുത്ത പാർട്ടിലേക്ക് പോകാം. നമ്മളെല്ലാവരും ഒത്തിരി ആഗ്രഹങ്ങളുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കുള്ള ആഗ്രഹങ്ങൾ പലപ്പോഴും സ്വപ്നങ്ങളായിട്ട് മാറാറില്ല. അപ്പോൾ അതുപോലെ വളരെയധികം തീക്ഷ്ണമായ ഒരു സ്വപ്നത്തിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് കയ്യിലുള്ളതെല്ലാം ത്യജിക്കുകയും ഏതറ്റം വരെയും പോകാൻ തയ്യാറാവുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എപ്പോഴും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥയാണ് ഇന്ന് വിനീതിലൂടെ നിങ്ങളുടെ മുന്നിൽ ചുരുളഴിയുന്നത്. വിനീത് ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശിയാണ്. JCI അതുപോലെ കേരള ബാങ്ക് ഈ 2 പരീക്ഷകളെ സ്വപ്നം കണ്ടുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് സഹകാരിയിലേക്ക് ചേക്കേറാൻ വേണ്ടി ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എപ്പോഴും ഇവരെല്ലാം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഒരു വെബിനാർ മീറ്റിങ്ങിലാണ്. വെബിനാർ മീറ്റിങ്ങിൽ എപ്പോഴും നമ്മൾ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ എഴുതാൻ പോകുന്നൊരു വളരെ വലിയൊരു സ്റ്റോറിയാണ്. ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് പ്രചോദനമാകാൻ കഴിയുന്നൊരു സ്റ്റോറിയാണ് നിങ്ങൾ എല്ലാവരും എഴുതാൻ പോകുന്നത്. അത് നിങ്ങൾ പറയേണ്ടുന്ന സമയം
ഇപ്പോഴല്ല, അത് പറയേണ്ട സമയം എന്താ, ഇപ്പോൾ വിനീതിൻ്റെ സമയമായിട്ടുണ്ട്. കൺഗ്രാറ്റ്സ് മക്കളെ. താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വിനീതെ, ഈ ഒരു നിമിഷം എന്താണ് വിനീതിൻ്റെ ആക്ച്വൽ ഫീൽ? എന്താണ് മൊത്തത്തിൽ നമ്മുടെ ആ ഒരു ഓവറോൾ ഫീൽ ഉണ്ടല്ലോ? സത്യം പറഞ്ഞ ഒരു വിമാനത്തിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ചാടി ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ സാറേ. ഈ എക്സൈറ്റ്മെൻറ്റ് അതിൻ്റെ എക്സ്ട്രീം എന്നാണ് ഇപ്പോൾ പറയുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി അവൻ്റെ തൊഴിലാണ്. നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ നമ്മുടെ ഒരു ലൈനിൽ ചോദിച്ചാൽ ആ പോലീസുകാരൻ്റെ വീട് അല്ലെങ്കിൽ ആ വക്കീലിൻ്റെ വീട് എന്നാണ് ഐഡൻറ്റിറ്റി പറയുക, അല്ലേ? നമ്മുടെ ഈ ജാതി മതം എല്ലാം ധരിച്ചിരിക്കുന്നതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് പണ്ടുകാലം മുതലേ അല്ലേ തൊഴിൽ എന്നുള്ളിടത്തു നിന്നാണ്. അപ്പോൾ തൊഴിലില്ലാതെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെ ഒരു ജീവിതം എത്രമാത്രം കഷ്ടപ്പെട്ടതാണ് എന്നുള്ളത് അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ശരിക്കും അതിൽ ആഡ് ഓൺ ചെയ്ത് പറയുകയാണെങ്കിൽ തൊഴിലില്ലാതെ കല്യാണം കഴിച്ച് കൊച്ചു ഉണ്ടായി, എങ്ങനെ അതും ഒരു കൊറോണയുടെ നടുക്ക് ഈ സ്കാൻ എടുക്കാൻ പോലും കൊച്ചിന് പൈസ ഇല്ലാതെ ഞാൻ 200 രൂപയ്ക്ക് ലോഡ് വണ്ടി ഓടിക്കാനായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഏലക്കാട്ടില്ല, ഇതുപോലെ ഏലക്കാടുകളിൽ മരുന്നടിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ എൻ്റെ സ്വന്തം പറമ്പിൽ കൊച്ചിനെ തൊട്ട് കെട്ടി ആട്ടിയിട്ട് ഞാൻ അവിടെ പണി ചെയ്തിട്ടുണ്ട്. പശുവിനെ മേടിച്ചു, പശുവിനെ വളർത്തി. അങ്ങനെ നമുക്ക് ഈ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ തൊഴിലുകളും സർവൈവ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്തു. എന്നിട്ടും എനിക്ക് കിട്ടാതെ പോയൊരു സാധനം എന്ന് പറയുന്നത് സമൂഹത്തിലൊരു വിലയാണ്. അങ്ങനെ ഒരു സാധനം സമൂഹത്തിൽ, വീട്ടിൽ തൊഴിലില്ലാതെ അല്ലെങ്കിൽ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പം, കല്യാണം കഴിച്ച് ഒരു നിറവേറുമായിട്ടൊരു ഭാര്യയും നിൽക്കുമ്പോൾ തൊഴിൽ, പണം എന്നൊരു സാധനം ഇല്ലാതെ നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവാണ് എനിക്ക് കൊറോണ കാലഘട്ടം സമ്മാനിച്ചത്. അവിടെ നിന്നാണ് ഞാൻ ശരി, ഇനി ഇതൊന്നും പോരാ, നമ്മൾ ഡിസേർവ് ചെയ്യുന്ന വേറെ ഏതോ ഒരു സാധനം നമ്മളെ എവിടെയോ പൊസിഷൻ ചെയ്തിട്ടുണ്ട്, എവിടെയോ ഒരു സാധനം ഉണ്ട്, അപ്പം അതിലേക്ക് നമ്മൾ പോകണം എന്നൊരു തീരുമാനം എടുക്കുന്നത് ശരിക്കും സത്യം പറഞ്ഞാൽ അതൊരു ഹിമാലയൻ ബ്ലണ്ടറാണ്. പക്ഷേങ്കിൽ ആ ഡിസിഷൻ അവിടെ എടുത്തതാണ് ഇന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഹെവൻ ഫാളിങ് എന്ന് പറയുന്നൊരു ഫീലിങ്ങിൽ ഇന്ന് നിൽക്കാനുള്ള കാരണമെന്ന് ഞാൻ ആ ഒരു തീരുമാനം 33-ാം വയസ്സിൽ എടുത്തതാണ് ഏറ്റവും വലിയൊരു മാറ്റത്തിന് കാരണമായെന്നാണ്. 33 വയസ്സിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ മീറ്റ് ചെയ്യാൻ ഇരുന്ന സാഹചര്യങ്ങളാണ് അതിനേക്കാൾ ബുദ്ധിമുട്ടേറിയതായിട്ട് ഇരുന്നത്. അപ്പം ഞാനിവിടെ തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് ബാഗിട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ അങ്കമ്പാടിയിൽ നിന്ന് കൊച്ച് മേളിലേക്ക് വരും. അപ്പം വൈഫുമായിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് താഴേക്ക് പോകാൻ നേരത്ത് ആളുകളെല്ലാം ചോദിക്കുകയാണ്, ദേ കൊച്ചും അച്ഛനും ബാഗിട്ട് ഇറങ്ങിയേക്കുന്നു. അപ്പം അങ്ങനെ ബാഗിട്ട് ഇറങ്ങിയ 2 കുട്ടികൾ, ഇന്ന് ഒരാൾ ബാങ്കിലെത്തി, കൊച്ചു 1-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഞാൻ ബാങ്കിലേക്കും എത്തുന്നു ഉള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ നമ്മൾ വൈഫിൻ്റെ വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ. തൊഴിലില്ലാതെ നമ്മൾ നിൽക്കുമ്പോൾ ഈ വൈഫിൻ്റെ വീട്ടിലേക്ക് ഓണത്തിനും ഞാൻ പരമാവധി ഇത് ഒഴിവാക്കാൻ നോക്കും. ഈ ഓണത്തിനൊക്കെ അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് പുള്ളിയുടെ ഒരു നോട്ടമുണ്ട്, ദൈവമേ വാഴയാണോ കല്യാണം കഴിപ്പിച്ച് വിട്ടത്, ഇവൻ ഈ ഓണത്തിന് പച്ച പിടിക്കുമോ അടുത്ത ഓണത്തിന് പച്ച പിടിക്കുമോ എന്ന് പുള്ളി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സാധാരണ എനിക്കൊരു പെങ്കൊച്ചാണ്, അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം. എനിക്കിപ്പോഴേ ഞാനത് ചിന്തിക്കും എങ്ങനെയാണ് കൊച്ചിനെ വിടേണ്ടതെന്നുള്ളത്. അപ്പം ഇതുപോലെ ഒരാളെ വിശ്വസിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടു. ഇവൻ കല്യാണം കഴിഞ്ഞ് 4-5 വർഷമായിട്ട് ഒരു ജോലി എന്നുള്ളതിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു നോട്ടമുണ്ട്. ആ നോട്ടം എന്ന് പറയുന്നത് ലോകത്ത് മറ്റേ ബീരങ്കി വെച്ചാരും എതിരെ നിന്നാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അങ്ങനെയുള്ളൊരു സാധനം നമുക്ക് സഹിക്കാനായിട്ട് പറ്റത്തില്ല. അതിനോടൊപ്പം നമ്മുടെ ഇത്തരത്തിൽ ഒരുപക്ഷെ അച്ഛനെയും മകളെയും കൂടെ ഒരുമിച്ച് സ്കൂളിലോട്ട് വിട്ട നാട്ടുകാർക്ക് മാത്രമല്ല, ഒരു പക്ഷേ മനസ്സിലെങ്കിലും ഒരു തവണയെങ്കിലും അങ്ങനെ ചിന്തിച്ച അല്ലേ, എല്ലാവർക്കും എതിരെയുള്ളൊരു മധുര പ്രതികാരം കൂടെയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇടുക്കിക്കാരനായിട്ടുള്ള വിനീതിന്റെ പ്രതികാരമാണ് ഈ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 2019 ആ സമയത്ത് വിവാഹം, അതിനോടൊപ്പം കുട്ടി, അതിനോടൊപ്പം നമ്മൾ 1 രൂപയെങ്കിലാണെങ്കിൽ 1 രൂപ അല്ലേ, നമ്മളത് നമ്മുടെ കയ്യിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് എന്താണെന്ന് തിരിച്ചറിയുന്നൊരു സിറ്റുവേഷൻ, ഇതെല്ലാം അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അപ്പോൾ ഇതിനിടയിൽ ഈ JDC എന്ന് പറയുന്ന ആശയം തലയിലോട്ട് കൊണ്ടുവന്ന ആരാണ് ഇത്? പഠിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പം നമ്മൾ കുറേ ഓപ്ഷൻസ് നോക്കി. അപ്പം അമ്മ കോപ്പറേറ്റീവ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ 28 വർഷമായിട്ട് സഹകരണ
സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സഹകരണ മേഖലയിലേക്ക് തന്നെ ശ്രമിക്കാം എന്ന് അമ്മ പറഞ്ഞൊരു ഇതിലാണ് നമ്മൾ JDCയിലേക്ക് വരുന്നത്. അപ്പം അതിലാദ്യം നന്ദി പറയേണ്ടത് അമ്മയ്ക്കാണ്. പിന്നെ എന്നെ പഠിപ്പിച്ചത് എൻ്റെ വൈഫാണ്. വൈഫ് ഒരു താൽക്കാലിക ജോലിക്ക് പോയിക്കൊണ്ട് വൈഫ് കണ്ടെത്തിയ ഇൻകവും അതിൽ നിന്നാണ് ഞങ്ങൾ കുടുംബ കാര്യങ്ങളും കൊച്ചിൻ്റെ കാര്യങ്ങളും എൻ്റെ അവിടുത്തെ ചെലവുകളും നോക്കിയത്. അപ്പോൾ അതെല്ലാം ഉത്തരവാദിത്വമായിട്ട് നാട്ടിലെ കാര്യങ്ങൾ വൈഫ് വളരെ കൃത്യമായിട്ട് ചെയ്തു തന്നുകൊണ്ടാണ് എനിക്ക് ഇവിടുത്തെ ഒരു കാര്യം ബോധർ ചെയ്യാതെ 24 hours പഠിക്കുക എന്നുള്ള ഇത് ആ ഒരു ഫ്രീഡം നമുക്ക് തന്നതുകൊണ്ടാണ്. അത് വൈഫിൻ്റെ വലിയൊരു എഫേർട്ടിൻ്റെ വിജയം കൂടിയായിട്ട് ഇതിനെ കാണണം. പിന്നെ അച്ഛൻ തന്ന 10,000 രൂപയാണ് ആദ്യത്തെ തിരുവനന്തപുരത്തേക്ക് പോകാൻ പറഞ്ഞു. അപ്പം നമ്മുടെ JDCക്ക് പഠിച്ച സാറാണ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ഗൈഡ് ചെയ്ത് അവിടെ സഹകാരിയിലേക്ക് വരെ റൂട്ട് ചെയ്തത് സുരേഷ് സാർ എന്ന് പറയുന്ന സാറാണ്. അപ്പം സാറ് ഇങ്ങനെ പറഞ്ഞു. അപ്പം വീട്ടിൽ സാറുമായിട്ടൊരു ബന്ധമുള്ളത് കൊണ്ട് അവിടെ പോയാലാ നല്ലതെന്നുള്ളൊരു ഇത് വരികയും ചെയ്തു. എന്നാൽ പോകാനായിട്ട് പൈസ എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ ഓൺലൈനിൽ എടുത്തോളാം, അവിടെ പോയുള്ള ചിലവെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അച്ഛനാണ് 10,000 രൂപ എടുത്തു തന്നിട്ട് ഇതും കൊണ്ട് നീ പോ, ബാക്കി എങ്ങനെയാലും നടന്നോളാം എന്ന് പറയുന്നത്. അപ്പോൾ ആ 10,000 രൂപയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് അച്ഛൻ, അമ്മ, പറഞ്ഞ അനിയൻ, നമ്മുടെ സുരേഷ് സാറ് എല്ലാവരും ചേർന്നാണ് ഈ ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണ് സഹകാരി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എത്തുന്നത്. അത് ലൈഫിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റാണ്. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ പറയും, തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലവും സഹകാരി എന്ന് പറയുന്ന സ്ഥാപനവും ചതിക്കില്ല. അതിൻ്റെ ഉദാഹരണം, ജീവിക്കുന്ന ഉദാഹരണമാണ് ഞാൻ. അപ്പോൾ തുടരെ വരുന്ന ടെസ്റ്റുകളാണ്, ഒരുപാട് അൺസർട്ടനിറ്റികളിൽ നമ്മുടെ വിനീതിൻ്റെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരാൻ തീരുമാനം എടുക്കുന്നു. അപ്പോൾ തീരുമാനം എടുത്തതിൻ്റെ ബേസ് എന്തായിരുന്നു? അതിനുശേഷം വന്നതിന് ശേഷമുള്ള ആ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു വിനീത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുരേഷ് സാറാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നത്. അപ്പം ഞാൻ അതിൻ്റെ പേരിൽ വെബിനാർ ഉണ്ടെന്ന് അറിയുന്നു. അപ്പോൾ വെബിനാർ അറ്റൻഡ് ചെയ്ത് ഇതിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ശ്യാം സാറിനെയാണ്. അപ്പം ഞാൻ ഈ സഹകരണ മേഖലയിൽ പഠിക്കണമെന്ന് ഉദ്ദേശിച്ചപ്പോൾ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളെ പറ്റി ഞാനിങ്ങനെ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പം അവിടെ ഒന്നും കാണാത്തൊരു അപ്രോച്ച് ആ വെബിനാറിലുണ്ടായിരുന്നു. ആദ്യം തന്നെ തുടങ്ങുമ്പോഴേ പറയുന്നത് പഠിക്കാൻ പറ്റാത്തവൻ വരണ്ടേ എന്നൊരു സാധനമാണ് പറയുന്നത്. അപ്പം നമ്മൾ നോക്കാം, പഠിക്കാൻ പറ്റാത്തവനെ ഒന്നും എടുക്കാത്തൊരു വെച്ചാൽ അവിടെ പണിയെടുത്ത് റിസൾട്ട് ഉണ്ടാകുന്നവൻ അതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ മതി എന്നൊരു സ്റ്റാർട്ടിങ് പറഞ്ഞുകൊണ്ട് ഒരാളും ധൈര്യപ്പെടുകയില്ല. അതൊരു ഡിഫറെൻ്റ് അപ്രോച്ചായിട്ട് എനിക്ക് തോന്നി. അപ്പം ഇവിടെ എന്തോ ഒരു വ്യത്യസ്തമായ പരിപാടി നടക്കുന്നുണ്ട്, അവിടെ പോയാൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവും എന്നുള്ളൊരു പോസിറ്റീവ് തോട്ട് ഫസ്റ്റ് ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്. പിന്നീട് രാജസാറിൻ്റെ യൂട്യൂബ് ക്ലാസ്സുകളും ലോയുടെ ക്ലാസ്സും ഒക്കെ കണ്ടിട്ടാണ് ഒരു എനർജി ഉണ്ട്. ഒരു നമുക്കത് കാണുമ്പോൾ തന്നെ, നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ തന്നെ നേരിട്ട് ആരോ നിന്ന് ഡേ എന്ന് പറയുന്നൊരു നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് മനസ്സിൽ തോന്നും. അത് ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ ഓൺലൈനിൽ എന്തോ പറയുന്നൊരു ഇതാണെങ്കിൽ സാറിൻ്റെ ക്ലാസ്സിൽ ആ ഒരു എനർജി ഇവിടെ ഇരിക്കുന്നവന് എന്നാ പടി എന്നൊരു സാധനം നമുക്ക് തന്നെ തോന്നുന്നൊരു. അപ്പം ഞാനപ്പോൾ ഓർത്താ ഇതെന്തൊരു വേറൊരു പവറുള്ളൊരു സാധനമാണ്, ഇതിൽ പോയി നമുക്ക് മുട്ടി നോക്കാമെന്നുള്ളൊരു ഇതിലോട്ട് അങ്ങനെയാണ് വരുന്നത്. പിന്നെ സഹകാരിയിൽ വന്നു കഴിഞ്ഞുള്ള 1-2 കാര്യങ്ങൾ എനിക്ക് വളരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ അവിടെ വന്നൊരു 3-4 മാസം കഴിഞ്ഞു. ഈ പറഞ്ഞ 10,000 രൂപയൊക്കെ കഴിഞ്ഞു. അപ്പം ഈ ഫീസ് കൊടുക്കാനും ഒന്നും നമ്മുടെ കയ്യിൽ ഇത് ഷോർട്ടാണ്. ഇവിടെ നടക്കണം, അവിടെ നടക്കണം, അങ്ങനെയുള്ളൊരു ഇതിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഓർത്ത് ഇനിയിപ്പം ഉള്ള കണ്ടന്റ് വെച്ച് പഠിക്കാം. അപ്പം അത് പറഞ്ഞ് ഞങ്ങൾ അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് വന്നിരുന്നു. അപ്പം റൂമിൽ തന്നെ ഇരുന്നു. റൂമിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ രാജ് സാറ് രാവിലെ തന്നെ വിളിച്ചു. രാജ് സാറ് വിളിച്ചിട്ട് പറഞ്ഞാൽ നീ എന്നാ വരാത്തെ? ഞങ്ങൾ സാറേ ഞങ്ങളിപ്പോൾ എക്സാമൊക്കെ അടുത്ത് വരുമല്ലേ, അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ പയ്യെ ഇവിടേക്ക് ഇരുന്ന് പഠിച്ചാൽ പോരാ. അപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് മനസ്സിലായി, നിൻ്റെ കയ്യിൽ ഫീസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിൻ്റെ കയ്യിൽ എന്തോ ഒരു സാധനമുണ്ട്, നിൻ്റെ എന്തോ ഒരു മെറ്റീരിയൽ ഉണ്ട്, അത് കത്തും, നീ ക്ലാസ്സിൽ വന്നാൽ മതി, ക്ലാസ്സിൽ വന്ന് നീ ഇരിക്കും, ഉറപ്പാ നിനക്ക് അർഹിച്ചൊരു സാധനം നിനക്ക് കിട്ടും, ഫീസൊക്കെ നീ ജോലി കിട്ടിയിട്ടാണേലും തന്നാൽ മതി എന്ന് പറഞ്ഞു. സാറ് സത്യം പറഞ്ഞാൽ അന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ആ ഫോൺ കോൾ കട്ട് ചെയ്തിട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആർക്കാ കിട്ടുക, ഇങ്ങനെ ഒരു 33 വയസ്സിൽ ഇങ്ങനെ മുഴുവൻ ആളുകളും നമ്മളെ ഫീസ് പോലും വേണ്ടാന്ന് പറഞ്ഞ് നീ പഠിക്കുമെന്ന് പറഞ്ഞ് എന്തിലോ നമ്മളെ പുഷ് ചെയ്യുന്നൊരു തോട്ട് നമുക്ക് തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ക്ലാസ്സിൽ ഒരു ദിവസം
സാർ ഇങ്ങനെ റാൻഡമായിട്ട് സാറ് പറഞ്ഞതായിരിക്കും പെട്ടെന്ന്, എടേ കഴുകന്മാരെ, എടാ വിനീതേ, നീയാടാ അടുത്ത ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്നിങ്ങനെ സാറ് പറയും. ഞാനപ്പോൾ അവിടെ ഇരിക്കുന്ന സാറിന് ഇങ്ങനെ ഓറയാ എനിക്ക് തോന്നുന്നത്, ഇങ്ങനെ എന്തോ ദൈവം നിന്ന് ഇങ്ങനെ പറയുന്നത് പോലെ നീയാടാ അടുത്ത ഇൻസ്പെക്ടർ എന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ സാറ് ജെന്യുവിനായിട്ട് പറഞ്ഞതായിരിക്കും നമ്മളെ ബൂസ്റ്റ് ചെയ്യും. പക്ഷെ എൻ്റെ മനസ്സിൽ സാറ് പറഞ്ഞു അത് ഞാൻ ഇൻസ്പെക്ടർ തന്നെയെന്ന് എൻ്റെ മനസ്സിൽ അങ്ങ് ഉറയ്ക്കുകയാണ്. സത്യത്തിൽ സാറ് പറഞ്ഞ ആ ഒരു കാര്യം പിന്നീട് മാനിഫെസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാറിന് അല്ലെങ്കിൽ ഒരു അധ്യാപകന് ചെറിയൊരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ളതിന് ഒരു വലിയൊരു ഉദാഹരണമായി എനിക്കന്ന് ആ ക്ലാസ്സിൽ നടന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസം തൊട്ട് എന്നും 3 മണിക്ക് എണ്ണീച്ച് എഴുതും. ആദ്യം ഐ ആം എ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, ഐ ആം എ KB എംപ്ലോയി, ഇങ്ങനെ എഴുതി അത് മാനിഫെസ്റ്റ് ചെയ്തു നടന്നു. അതാണ് തലയ്ക്കകത്തേക്ക് കയറി എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ്റെ പവർ നമ്മൾ പലപ്പോഴും പല മീറ്റിങ്ങുകളിലും ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ചെറിയ ടെക്നിക്കല്ല. ചില ആൾക്കാർക്ക് അത് നോർമലി വന്നു ചേരും, ചില ആൾക്കാർക്ക് അത് മനഃപൂർവ്വം നമ്മുടെ തോട്ട്, നമ്മുടെ ചിന്തകൾ നമ്മൾ നിരന്തരം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ധരിപ്പിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് അതിനനുസരിച്ച് നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ പ്രയോറിറ്റീസും മാറ്റിമറിക്കുന്ന വളരെ വലിയ ടെക്നിക്കാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും നമ്മുടെ ഇനിയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷ നോക്കാവുന്ന ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ വിനീത്, നമ്മുടെ ഒരു 33-34 ആ ഒരു ഇയേഴ്സ്, ആ ഒരു അത്രയും വയസ്സ്, ആ ഒരു ഏജ് ഗ്രൂപ്പ്, അപ്പോൾ ആ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ മത്സരിക്കുന്ന ഏകദേശം 10 വർഷം താഴെ പഠിച്ചല്ലേ. നമ്മളൊക്കെ ശരിക്കും 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് ജനിച്ച കുട്ടികളുടെ നമ്മൾ മത്സരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം അവരോട് പിടിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ എന്തൊക്കെയായിരുന്നു വിനീതിൻ്റെ ആ ഒരു സ്ട്രാറ്റജി, പഠിക്കാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജി എന്തൊക്കെയായിരുന്നു? സാറ് പറഞ്ഞ പോലെ തന്നെ അവിടെ വന്നപ്പോൾ അവിടെ എല്ലാം HDC JDC ഡിഗ്രി കഴിഞ്ഞ് നേരിട്ട് വന്ന ആളുകളാണ് ഉണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ ഇതും കിടപ്പുണ്ട്. ഞാൻ കുറെ നാളായി പഠിച്ചിട്ട് ഇച്ചിരി പ്രായമായി, ഓർമ്മയൊക്കെ കുറയാൻ തുടങ്ങി, ചെറുതായിട്ട് നരയ്ക്കാൻ തുടങ്ങി. ഇവരുടെ കൂടെ ഓടിയെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ, എന്നുവെച്ചാൽ അവർക്ക് ഒരു ഇൻസ്റ്റൻറ്റിൽ മനസ്സിലാകുന്ന കാര്യം എനിക്കൊരു 10 പ്രാവശ്യം കേൾക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് അവരുടെ കാൽക്കുലേഷനും സ്പീഡും എല്ലാം വളരെ എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ അതിന് എൻ്റേതായ ചില മെത്തേഡ്സ് ഉപയോഗിച്ചാണ് ഓവർകം ചെയ്തത്. ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് എല്ലാ ഇതിലും 2 രീതിയുണ്ട്. നമുക്ക് ഇപ്പോൾ ഫുട്ബോൾ എടുത്താൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, വിരാട് കോഹ്ലി, മഹേന്ദ്ര സിംഗ് ധോണി. ഒരാൾ എപ്പോഴും അഗ്രസീവും സ്മാർട്ട് മെത്തേഡ്സും, ഒരാൾ വളരെ സിമ്പിളായിട്ട് സ്മാർട്ടായിട്ട് കളിക്കുന്ന ആളുകൾ. ചില ആളുകൾ വളരെ അഗ്രസീവും എന്താ പറയുക 24 മണിക്കൂറും അതിനും വേണ്ടി ചിന്തിച്ച് അതിനും വേണ്ടി ഒരു ഫയർ ഉൾക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ. വിരാട് കോഹ്ലി അങ്ങനെ ഞാൻ ആ ടൈപ്പിലുള്ള ഒരാളാണ്. അപ്പം എല്ലാവരും പറയും സ്മാർട്ട് വർക്കാണ് നല്ലതെന്ന്. എൻ്റെ സ്മാർട്ട് വർക്ക് അത്ര എഫക്റ്റീവ് അല്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായതുകൊണ്ട് ഞാൻ ഇതിൽ എൻ്റെ മുഴുവൻ കൊടുത്ത് ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു രീതിയാണ് സ്വീകരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു 2 മണിക്കൂറാണ് മാക്സിമം ഉറങ്ങിയിരുന്നത്. അത് എല്ലാവരെ കൊണ്ടും പറ്റുമോയെന്ന് അറിയില്ല. എനിക്ക് ആ ടെൻഷനും, ഈ കലാഭവൻ ഒരു ഇതിൽ പറയും, മൂട്ടി തീ കത്തിച്ചിട്ട് ഈ റോക്കറ്റും വിമാനവും തമ്മിൽ ഉള്ള വ്യത്യാസം ചോദിക്കുമ്പോൾ പറയും, മൂട്ടി തീ പിടിച്ചിരിക്കുമ്പോൾ റോക്കറ്റ് അങ്ങ് പോകും. അതുപോലെയാണ് എൻ്റെ അവസ്ഥ. ഇവർക്ക് 10 വയസ്സ് പുറകെ ഉള്ളവർക്ക് മൂട്ടി തീയില്ല, എനിക്ക് ആ തീ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉറങ്ങാതെ ഒരു 3 മണിക്ക് എണ്ണീച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെല്ലാം എഴുതി അതിനും വേണ്ടി റിപ്പീറ്റഡായിട്ട് കണ്ട കാര്യങ്ങൾ കണ്ട് പഠിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചൊരു ടെക്നിക്ക്, എനിക്ക് നോർമലി നെയിംസ്, നമ്പേഴ്സ്, പ്ലേസസ് ഓർത്തിരിക്കാനേ പറ്റില്ല. അത് സത്യം പറഞ്ഞാൽ ഞാൻ ആരോട് പറഞ്ഞാലും ഇപ്പോൾ വിശ്വസിക്കുകയില്ല. ജെന്യുവിനായിട്ട് എനിക്ക് അങ്ങനെയാണ്. എൻ്റെ ഫോൺ നമ്പർ അല്ലാതെ എൻ്റെ ഭാര്യയുടെ ഫോൺ നമ്പർ പോലും എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു ഇതുള്ള ഞാൻ ഈ നമ്പേഴ്സും ഈ വർഷങ്ങളും നെയിംസും ഒക്കെ പഠിച്ചത് എൻ്റെ ജീവിതമായിട്ട് ഈ കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ്. ഇപ്പം ഞാൻ ജനിച്ചത് 1992 ആണ്. ഇപ്പോൾ അക്സ്തി എന്ന് പറയുന്ന സ്ഥാപനം വന്നത് 92-ലാണ്. അപ്പം എനിക്ക് നല്ല ആസ്തിയുണ്ട് എന്ന് വിചാരിക്കും. എസാഫ് എന്ന് പറയുന്ന സ്ഥാപനം വന്നത് 92-ലാണ്. 97-ലാണ് റബ്കോ വരുന്നത്. അപ്പോൾ റബ്കോയുടെ ചെരുപ്പിട്ട് ഞാൻ ആദ്യം LKGയിലേക്ക് പോകുന്നത് 97 5-ാമത്തെ വയസ്സിലാണെന്ന്. അങ്ങനെ ഓരോ വർഷങ്ങളും എൻ്റെ ജീവിതവുമായി ലിങ്ക് ചെയ്ത് പഠിച്ചാണ് ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത്. പിന്നെ ഞാനിത് ഇവിടുന്ന് ഇപ്പം നമ്മൾ ഇടുക്കിയിൽ നിന്ന് വണ്ടി കയറി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഓരോ ബാങ്കും നോക്കും. SBI 1955, യൂണിയൻ ബാങ്ക് 919, അങ്ങനെ നമ്മൾ കാണുന്ന ബാങ്കുകളെല്ലാം ഈ വർഷം ഇതാണെന്ന് ഇങ്ങനെ പറഞ്ഞ് അടുത്ത് കേരള ബാങ്ക് വരുമ്പോൾ ഞാൻ വരുന്നുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞ് പഠിച്ചാണ്. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം പഠിത്തം.
അത് എന്താ പറയുക, നമ്മളതൊരു വേർതിരിച്ച് എന്തോ വലിയൊരു പ്രോസസ്സാക്കാതെ നമ്മൾ കുളിക്കുമ്പോഴും ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരുമ്പോൾ ബുക്കുമായിട്ടാണ് വരിക. എൻ്റെ കൂട്ടുകാരെല്ലാം കളിയാക്കും, അതും താഴെ വൈ എന്ന് പറയും. പക്ഷെ ഞാനത് എൻജോയ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ബാത്റൂമിൽ പോയിരിക്കുമ്പോഴും ഞാൻ 1992 1993 വെച്ചാൽ എനിക്ക് സമയമില്ല എന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. അപ്പം അങ്ങനെ കിട്ടിയ എല്ലാ സമയവും കൃത്യമായി ഉപയോഗപ്പെടുത്തി എൻ്റെ ഈ ചെറിയ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചാണ്. അത് എല്ലാവർക്കും മറക്കാവണമെന്നില്ല, പക്ഷേ ഉപയോഗിക്കാം. ഈ നമ്പേഴ്സ് നെയിംസ് മറക്കുന്നവർക്ക് അത് ജീവിതമായി കണക്ട് ചെയ്യുമ്പോൾ വളരെ എളുപ്പം പറ്റും. ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇവിടെ വിനീതിന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ മാത്രമല്ല, ഒരു കുടുംബം തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ വളരെ സുപ്രധാനമായിട്ടുള്ള 2 പേരാണ്, നിങ്ങൾ ഉറപ്പായിട്ടും പരിചയപ്പെട്ടിരിക്കേണ്ട 2 പേരാണ് വിനീതിന്റെ അമ്മയും അതുപോലെ വൈഫും. അപ്പോൾ 2 ആമക്കളാണല്ലേ അമ്മേ? 2 ആമക്കളാണ്. മൂത്ത ആളാണ്. അപ്പോൾ ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തുന്നതിന്റെ ഒരുപാട് സ്ട്രഗിളൊക്കെ വിനീത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ എന്താണ് അമ്മയ്ക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നത്? എന്താണ്? എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. അപ്പം ഞങ്ങളുടെ ഒരാളുടെ വരുമാനം കൊണ്ട് തന്നെയാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇവർക്ക് ഇവരുടേതായ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. ഇവരുടെ കുറേ അത്യാവശ്യങ്ങൾ, കുറേ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പൈസ കൊടുക്കാൻ പറ്റാതെ വരും. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വീടും കൂടി വെച്ചു. അതുകൊണ്ട് ഒത്തിരി സാമ്പത്തിക ടൈറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ആര്യക്ക് ജോലി കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ ആര്യ ബാക്കി പീസെല്ലാം കൊടുക്കുന്നത് എൻ്റെ വൈഫായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് ജീവിതത്തിൽ ഇതിലൊരു ഇത്രയും വലിയൊരു സന്തോഷം ഇനി കിട്ടാനില്ല. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദി ഉണ്ടായിരുന്നു. ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഒരുപാട് അമ്മമാർക്കും വൈഫുമാർക്കും പ്രചോദനമാണ് ഇവര്. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് ഐ മീൻ ഇൻകൺസിസ്റ്റൻസീസിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇപ്പം എൻ്റെ ഭാര്യയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒലക്കെ എടുത്ത് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആര്യ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ 2 പേരും കൂടെ ചേരുമ്പോഴാണല്ലേ നമുക്കൊരു ഫാമിലി, 2 പേരുടെയും ഈക്വൽ ആയിട്ടുള്ളൊരു ഡെലിവറി ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഭാര്യയും ഭർത്താവും 2 പേരും ആ ഒരു കുടുംബം എന്നുള്ള അർത്ഥപൂർണ്ണമായിട്ട് മാറുന്നത്. അപ്പോൾ അത്തരത്തിൽ ആര്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബെസ്റ്റ് പാർട്ണറാണ്. അപ്പോൾ ആര്യ, ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ആര്യക്ക് പറയാനുള്ളത്? എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എല്ലാവരും കളിയാക്കി. പഠിക്കാൻ JDCക്ക് പോയത് അമ്മ അന്ന് അഡ്മിഷന് വേണ്ട സാധനങ്ങളെല്ലാം കൊടുത്തു. പോണോ വേണ്ടേന്ന് അന്നേരം തീരുമാനിച്ചില്ലായിരുന്നു. അപ്പം അതിനുശേഷം പോയി, അവിടെ പോയി. അത് കഴിഞ്ഞ് സുരേഷ് സാറ്, അമ്മ പറഞ്ഞ പോലെ തന്നെ സുരേഷ് സാറാണ് സഹാരിയിലേക്ക് വിട്ടത്. പോണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം അച്ചാച്ചി പറഞ്ഞു, സാരമില്ല, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം, അതിന് സാമ്പത്തികമായിട്ട് എന്ത് വന്നാലും നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആർക്കും ജോലി ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതിലാണ് പോയത്. പക്ഷേ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇവിടെ വണ്ടി കയറാൻ നിൽക്കുമ്പോഴൊക്കെ പലരും കളിയാക്കും, നിന്റെ പഠിത്തം ഇതുവരെ തീർന്നിട്ടില്ലേ, നിനക്ക് ഇനിയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചുകൂടെ, നീ ഇതിൻ്റെ പഠിക്കുക തന്നെ ആണോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി കളിയാക്കൽ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോവുകയാണേലും വീട്ടിൽ പ്രശ്നമില്ലേലും ചുറ്റുമുള്ള എല്ലാവരും ചോദിക്കും, ഇതുവരെ ഒന്നും ആയില്ലേ, എന്തായി, പഠനം എന്തായി എന്നൊക്കെ ചോദിക്കുമ്പം സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പം എല്ലാം കൂടെയാണ് ഈ ഒരു വിജയം. കാരണം ഇത് ഫുള്ള് വിനീതിൻ്റെ വിജയം മാത്രമാണ്. കാരണം അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞ പോലെ ഉറങ്ങിയിട്ടില്ല. ഞാനും കൊച്ചും കിടന്ന് ഉറങ്ങുമ്പോഴും പുള്ളി എണീറ്റിരുന്ന് പഠിക്കുമായിരുന്നു. ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല. ഈ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആയാലും ഈ കേരള ബാങ്ക് ആണെങ്കിലും ആദ്യം CSCBയുടെ ഒക്കെ കുറേ എക്സാം എഴുതിയപ്പം 1 മാർക്കിനൊക്കെ പോയായിരുന്നു. അപ്പം ഇനി എനിക്കിത് പറ്റത്തില്ല, എന്നെക്കൂടെ ഇത് പറ്റത്തില്ല, ഇത് വിട്ടേക്കാന്നൊക്കെ പറയായിരുന്നു. ഇപ്പം സുരേഷ് സാറും ഒക്കെ വിളിച്ചു പറഞ്ഞു, കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഒക്കെ വരുന്നുണ്ട്, സാറ് എനിക്ക് ഓരോ നോട്ടിഫിക്കേഷൻ അയച്ചു തരുന്നത്. അപ്പോൾ ഇതിന് അവൻ്റെ PSCക്ക് കയറി ലോഗിൻ ചെയ്ത് ഇത് അപ്ലൈ ചെയ്യണം, ഇന്നതാണ് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് സാർ ഒത്തിരി പറയുമായിരുന്നു. പിന്നെ രാജേഷ് സാറും ഒക്കെ പറയുമായിരുന്നു എന്ന് പറഞ്ഞു, കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അതാ നിനക്ക് വിധിച്ചിരിക്കുന്നത്, നീ അതേ പഠിക്കാവുള്ളൂ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം അവിടെ ആണേലും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഉറക്കമില്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ലെന്നാണ് എന്നോട് പറഞ്ഞു. കാരണം കൊച്ചിൻ്റെ മോഹം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവൾ 1ാം ക്ലാസ്സിൽ കയറുമ്പോഴേലും ഒരു സ്ഥിര വരുമാനത്തിൽ എത്തണം എന്നുള്ളൊരു ഭയങ്കര ഇതായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നതാണേലും ഒരു ടെമ്പററി പോസ്റ്റാണ്. അപ്പോൾ ഒരു സ്ഥിര വരുമാനത്തിലെത്തി നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും ആ ഉറക്കമില്ലാതെ ഈ ഒരു 2 വർഷക്കാലം കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണിത്. എന്തായാലും ഒത്തിരി നന്ദിയുണ്ട്. അവിടെ വന്നും അവിടുത്തെ കോച്ചിങ്ങും
അതിലേക്ക് പറഞ്ഞു വിട്ട സുരേഷ് സാറും രാജേഷ് സാറും എല്ലാവരും ഒത്തിരി നന്ദിയുണ്ട്. കാരണം നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിൻ്റെ ഒറ്റൊരു വിജയമാണിത്. കാരണം പുള്ളിക്കാരൻ്റെ മാത്രം വിജയം ഇത്. അതിനകത്തൊന്നും ഞങ്ങളൊക്കെ വെറും ഭാഗമാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം ഫുൾ ക്രെഡിറ്റ് വിനീതിൻ്റെയാണ്. ഒരുപാട് എഫേർട്ടുകളുടെ സ്റ്റോറിയാണ് വിനീതിൻ്റെ. അപ്പോൾ ഉറപ്പായിട്ടും വിനീത് ഇതുപോലെ എഫേർട്ട് ഇടാൻ മടിച്ചു നിൽക്കുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്. ഒരുപക്ഷെ എഫേർട്ട് ഇട്ടിട്ട് നിർത്തിപ്പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർ ഈ മേഖലയിലുണ്ട്. മാത്രമല്ല ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് സഹകരണ മേഖലയിൽ വരുന്നുണ്ട്. അപ്പോൾ അവരോട് എന്താണ് ആക്ച്വലി വിനീതിൻ്റെ ജീവിതം കൊണ്ട് വിനീതിന് പറയാനുള്ളത്? സാർ, എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നൊരു നോവലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സാന്റിയാഗോ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പറമ്പിൽ, ഇതുപോലൊരു പറമ്പാണ്, പറമ്പിൽ ഇങ്ങനെ കുഴിച്ച് നിൽക്കുന്ന സമയത്താണ് എവിടെയോ ലോകത്ത് എനിക്കൊരു ട്രഷർ ഇരിപ്പുണ്ട് എന്നും പറഞ്ഞ് അത് തേടി ഇങ്ങനെ ഈജിപ്തിലും ലോകത്തെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ട്രഷർ തേടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്രീം തേടി ഇങ്ങനെ ഇറങ്ങുന്നത്. ഈ ട്രഷർ തേടി അദ്ദേഹം ഈ ട്രഷർ അവസാനം കണ്ടെത്തുകയാണ്. ഇത് കണ്ടെത്തുന്നത് അദ്ദേഹം എവിടെയാണോ ആദ്യം കുഴിച്ച് തുടങ്ങിയത് അവിടെ തന്നെയാണ് അദ്ദേഹം ഈ ട്രഷർ കണ്ടെത്തുന്നത്. അപ്പം എൻ്റെ ജീവിതമായിട്ട് ഇതിന് വലിയൊരു കണക്റ്റുണ്ട്. ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ട്, ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ലോകം മുഴുവൻ ഞാനിങ്ങനെ ഒരു ട്രഷർ തേടി ഇങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്ന് അവസാനം ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിൽ, എൻ്റെ അമ്മ ജോലി ചെയ്യുന്ന അതേ മേഖലയിൽ ഒരു 6 മാസത്തിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിലോ സ്വന്തം ടൗണിൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ സാറിൻ്റെ അടുത്ത്, നമ്മൾ ട്രൂലി ഡിസേർവ് ചെയ്യുന്നൊരു ചെയർ, ആ ചെയർ സ്വന്തം നാട്ടിൽ കിട്ടുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആണ് ഒരു എങ്ങനെ കറക്കിയെന്ന് പറഞ്ഞാലും നമ്മൾ എത്തേണ്ടടുത്ത് ആ സമയമാകുമ്പോൾ നമ്മൾ കൃത്യമായ എഫേർട്ട് ഇടുകയും സ്വപ്നം കാണുകയും ചെയ്താൽ ആ സ്ഥലത്തേക്ക് എത്തും എന്നുള്ളതാണ് എൻ്റെ ജീവിതം മനസ്സിലാക്കി തരുന്നത്. ഇനി എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ആളുകൾ, എന്നേക്കാൾ ഡിസേർവിങ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ സഹകാരിയിൽ എൻ്റെ കൂടെ, ഞങ്ങളുടെ ലാസ്റ്റ് ബെഞ്ചിലും അതിൻ്റെ മുമ്പിലും ഒക്കെ ഇരുന്ന് ഒരുപാട് കൂട്ടുകാരുണ്ട്. എനിക്ക് അവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് എനിക്ക് 100% അറിയാം. പക്ഷെ അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു 10 വർഷം എടുത്തു ഒരു സ്റ്റേബിളായ ഒരു സ്ഥലത്ത് എത്തുക എന്ന് പറയുന്നത്. 10 വർഷം എടുത്തു. ചിലപ്പോൾ അവരുടെ ലൈഫിൽ അത് എടുത്ത് നോക്കിയാൽ ആ ഡിഗ്രി പഠിച്ചെന്ന് 10 വർഷം കുറച്ച് അവർ സ്കൂളിലായിരിക്കും. അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ ഓട്ടം തുടങ്ങിയതാണ്. അപ്പം അവർ ഈ എടുത്തിരിക്കുന്ന എഫേർട്ടുകളോ അല്ലെങ്കിൽ ഈ ഒരു ടൈം ഇപ്പോൾ ഇച്ചിരി എടുത്തെന്നോ അല്ലെങ്കിൽ ഈ എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു പ്രശ്നമായി കാണുകയേ ചെയ്യരുത്. സാന്റിയാഗോ അവസാനം അദ്ദേഹം പകുതിക്ക് കുഴിച്ച് ഇട്ട കുഴിയിൽ നിന്ന് 2 അടി താഴോട്ട് കുഴിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ട്രഷർ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ CSEBയുടെ എക്സാം കിട്ടിയെന്ന് വരില്ല, ചിലപ്പം കേരള ബാങ്കിൻ്റെ ഇത് കിട്ടിയെന്ന് വെച്ചാൽ 2 അടി താഴെ ഇതിനേക്കാൾ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നൊരു പൊസിഷൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷെ അത് താഴോട്ട് കുഴിച്ചാൽ മാത്രമാണ്. അതുതന്നെയാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്. നിർത്തരുത്. നിങ്ങൾ ഹാഫ് വേ 90% പിന്നിട്ട ആളുകളാണ്. അടുത്ത 10% നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. ഇതിലും വലിയ പൊസിഷനുകൾ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. കൂട്ടുകാരെ, കയറി വാ.